ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാത്രിയിലെ ഹോംവർക്ക് ചെയ്യുന്നതിനൊപ്പം വീട്ടിലെ പണികളും ഹോട്ടലിലെ പണികളും ചെയ്ത് എനിക്കൊരു IAS കാര്യാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്നേഹനിധിയായ മാതാപിതാക്കളുള്ള എന്റെ ഇവിടുത്തെ കുഞ്ഞുമക്കൾക്ക് ഏത് ഉയരമാണ് കീഴടക്കാൻ പറ്റാത്തത്? ആദ്യമായി എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ ശ്രീമോളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇത്രയും ദുരിത ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും ഇത്രയും വലിയ ഒരു നേട്ടം നേടിയ ശ്രീമോളെ ആദരിക്കുമ്പോൾ ശ്രീമോൾക്കൊപ്പം മറ്റൊരാളെ കൂടി നമുക്ക് നിർബന്ധമായും വേദിയിലേക്ക് ക്ഷണിക്കേണ്ടി വരും. അത് മറ്റാരുമല്ല, ഇവിടെ ശ്രീമോൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിന്ന ശ്രീമോളുടെ അച്ഛൻ ശ്രീധരൻ, ഞങ്ങളുടെ എല്ലാം ശ്രീധരേട്ടൻ. അദ്ദേഹത്തെ കൂടി ഞങ്ങൾ ഈ വേദിയിലേക്ക് ആദരവ് സ്വീകരിക്കാനായി ക്ഷണിക്കുകയാണ്. രണ്ട് വാക്ക് ശ്രീധരേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അയ്യോ, അതൊന്നും വേണ്ട. നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷം എന്താണെന്ന് ഈ നാട്ടുകാർ കൂടി ഒന്ന് അറിയട്ടെ. ശ്രീധരേട്ട വരണം, വരാൻ മടിക്കണ്ട. ചെല്ലേ. എന്റെ മകൾക്കൊപ്പം വിജയം നേടിയ എല്ലാ കൊച്ചുമിടുക്കികൾക്കും മിടുക്കന്മാർക്കും വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം ഇനിയും അവർ തുടർന്ന് പഠിക്കാനും ഉന്നത വിജയം കൈവരിക്കാനും സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി എന്റെ മോള് ശ്രീമോൾ നേടിത്തന്ന വിജയം അത് എന്റെ കഷ്ടപ്പാടിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ധനം തന്നെയാണ്. മുണ്ടു മുറുക്കിയെടുത്തവന്റെ വിജയം അച്ഛൻ ഒരു മകൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഈ വിജയം എന്റെ മാത്രം വിജയമല്ല, അല്ലെങ്കിൽ എന്റെ മോളുടെ മാത്രം വിജയമല്ല, ഈ കോളനിക്കാരുടെ കൂട്ടായ പ്രാർത്ഥനയിൽ നിന്നുണ്ടായ വിജയമാണ്. ഇനി മോക്ക് എന്താണ് പറയാനുള്ളത്? പറയുമോളെ. എനിക്ക് സ്നേഹം പറഞ്ഞറിയിക്കാൻ അറിയില്ല, പക്ഷെ അത് പ്രവർത്തിച്ചു കാണിക്കാൻ പറ്റും. ആയിട്ടുണ്ടോ അതിന് കാരണക്കാരൻ എന്റെ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് ഇത് അവകാശപ്പെട്ടതും എന്റെ അച്ഛന് തന്നെയാണ്. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എനിക്കും വേണം. എന്നാ ഞാനും വരാം. ഭാഗ്യം, അവര് പോയി. ക്ലോറോഫോം എടുക്ക. ഇനി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശാലിനി മാഡം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും.
ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ശ്രീമോളുടെ വിജയമല്ല, സ്നേഹത്തിന്റെ, ഒത്തൊരുമയുടെ, ഒരു കൂട്ടം ജനങ്ങളുടെ വിജയമാണ്. ഇത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ നിങ്ങളുടെ മക്കൾ വിജയിച്ചതിൽ, ഉന്നത വിജയം കരസ്ഥമാക്കിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നേയില്ല. കാരണം നിങ്ങളുടെ ഈ കഷ്ടപ്പാടിന് നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ സഹായിക്കാൻ പറ്റും. എന്റെ ആഗ്രഹം ഇതൊന്നുമല്ല. പഠിക്കാൻ വളക്കൂറുള്ള ഈ മണ്ണിൽ നിന്നും ഒരു കളക്ടറോ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ഒക്കെ ഉണ്ടാവണം. ഉണ്ടാകും. കാരണം സ്നേഹം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കുന്നവരാണ്. നന്മ കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരിൽ ദൈവത്തിന്റെ ഒരു കൈത്താങ്ങ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് ഉദാഹരണം തേടി മറ്റൊരിടത്തേക്ക് നിങ്ങൾ പോണ്ട. ഈ ഞാൻ തന്നെയാണ്, ശാലിനി വിഷ്ണു എന്ന ഞാൻ തന്നെ. കാരണം ഞാൻ ശരിക്കും ഒരു സാധാരണക്കാരി തന്നെയാണ്. കുടുംബശ്രീ ശാരദയുടെ മകൾ, ചായക്കടക്കാരി. അതിരാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി കച്ചവടം നടത്തി ജീവിച്ച ഒരു അമ്മയുടെ മകൾ. അമ്മയുടെ ചായക്കട പണിക്ക് സഹായിച്ചിട്ട് കൃത്യസമയത്ത് ക്ലാസ്സിലെത്താനായി വെപ്രാളപ്പെട്ട് ഓടിയിരുന്ന ശാലിനി എന്ന പെൺകുട്ടിയെ എനിക്കിപ്പോ നിങ്ങൾ ഓരോരുത്തരിലും കാണാം. രാത്രിയിലെ ഹോംവർക്ക് ചെയ്യുന്നതിനൊപ്പം വീട്ടിലെ പണികളും ഹോട്ടലിലെ പണികളും ചെയ്ത് എനിക്കൊരു IAS കാര്യമാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും സ്നേഹനിധിയായ മാതാപിതാക്കളുള്ള എന്റെ ഇവിടുത്തെ കുഞ്ഞുമക്കൾക്ക് ഏത് ഉയരമാണ് കീഴടക്കാൻ പറ്റാത്തത്? മക്കളെ, അങ്കിൾ ആട്ടി തരണോ? നല്ല സ്പീഡിലാട്ടോ. പിന്നെന്താ, അതിനു മുമ്പ് മോളിതൊന്ന് മണത്ത് നോക്കിയേ.